ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വായിക്കാൻ പോണ സങ്കീർത്തനം 98. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലം കൈയും അവൻ്റെ വിശുദ്ധ ഭുജവും അവനു ജയം നേടിയിരിക്കുന്നു. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദി കർത്താവേ. ഹല്ലേലൂയാ. ഇന്ന് നാം പറയാൻ പോണതിൻ്റെ സാക്ഷ്യമാണ്. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. 2003 ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇന്ന് 2025 2003 ഞാൻ രക്ഷിക്കപ്പെട്ടു. എങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഒരു വയസ്സായ അപ്പച്ചൻ എൻ്റെ അടുത്ത് യേശു കർത്താവിനെ കുറിച്ച് 2 വർഷം സാക്ഷ്യം പറഞ്ഞു. യേശു ദൈവമാണ്, നമ്മളെ രക്ഷിക്കുന്ന കർത്താവാണ്. നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ കർത്താവ് യാഗമായി നമ്മളെ സുഗന്ധരാക്കി നമ്മളെ വിടുവിച്ചു എന്നൊക്കെയും പറഞ്ഞു. ഞാൻ കേൾക്കാണ്ട് നിങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, യേശു മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് നിറയെ ദൈവങ്ങളുണ്ട് പറഞ്ഞിട്ട് ലോകത്തിലിരിക്കുന്ന പല പല പേരുകളിലും പറഞ്ഞ് നടക്കുന്നതിന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുറേ വിഗ്രഹങ്ങളും കുറേ ഫോട്ടങ്ങളും വെച്ച് രാവിലെയും വിളക്ക് വയ്ക്കും, കുളിച്ച് വൈകിട്ടും കുളിച്ച് വിളക്ക് വയ്ക്കും. അങ്ങനെ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം ഈ വിഗ്രഹത്തിന് മുന്നിൽ, ഫോട്ടോത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് വെച്ചതാണ്. എല്ലാവരും പറയും 7 മണി ആയിക്കഴിഞ്ഞാൽ വിളക്ക് കെടുത്തി വെക്കണം. അപ്പം ഞാൻ പറയും, ദൈവത്തിൻ്റെ മുന്നിൽ വിളക്കൊന്നും കെടുത്താൻ പാടില്ല, വിളക്ക് കത്തട്ടെ, അവർക്ക് വെളിച്ചമായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു വിടും. വിളക്ക് കത്തട്ടെ പറഞ്ഞിട്ട് അത് തന്നെ വിളക്ക് കത്തി എണ്ണ തീറുമ്പോൾ അത് തന്നെ കെട്ടിപ്പോയിക്കോളും. ഞാൻ ആ വിളക്കിന് കെടുത്തില്ല, എപ്പോഴും കെടുത്തില്ല. അങ്ങനെ ഞാൻ അതിൻ്റോട് ഭയഭക്തിയോടുകൂടി ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എന്നും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് ഞാൻ വിളക്ക് വെച്ചതാണ്. രാത്രിയാകുമ്പോൾ എൻ്റെ വീട് തീ പിടിച്ചു. എൻ്റെ വീട് തീ പിടിച്ചപ്പോൾ എൻ്റെ ഭർത്താവും എൻ്റെ 3 മക്കളും ഞാനും ആ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീ പിടിച്ചു. ആരോ വന്ന് എൻ്റെ ഭർത്താവിന് ഒരു അടി കൊടുത്തു. നിൻ്റെ വീട് തീ പിടിച്ച് കത്തി എരിയണോ, നീ എന്താ ഉറങ്ങണം, എനിക്ക് ഈ പറഞ്ഞു. എൻ്റെ ഭർത്താവ് വേഗം കണ്ണു വിഴിച്ച് നോക്കുമ്പോൾ വീട് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വേഗം എന്നെ എണിപ്പിച്ച്, കുട്ടികളുടെയൊക്കെ എണിപ്പിച്ച് വാതിലൊക്കെ തുറന്നിട്ട് ഞങ്ങൾ പുറത്തു പോയി എങ്ങനെയൊക്കെയോ വെള്ളം ഒഴിച്ച് കിടത്തി. പിന്നെ പിറ്റേ ദിവസം ആയപ്പോൾ പണിക്കാരനെ കൊണ്ടുവന്ന് ആ വീടൊക്കെ നേരാക്കി. അങ്ങനെ എൻ്റെ ഭർത്താവ് പണിക്ക് പോയി. ഞാൻ എൻ്റെ മക്കളിനൊക്കെ, അപ്പം ചെറിയ കുട്ടികളായിരുന്നു എൻ്റെ മക്കൾ, അംഗനവാടിയിലൊക്കെ ആക്കി. മൂത്ത കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ ദിവസം കുളത്തിലേക്ക് കുളിക്കാൻ പോകും, ബക്കറ്റിൽ തുണിയൊക്കെ ആക്കി. അങ്ങനെ ഒരു ദിവസം ഞാൻ കുളത്തിലേക്ക് കുളിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് അപ്പച്ചൻ എൻ്റെ നേരിട്ട് ഇങ്ങനെ നടന്ന് വരികയാണ്. വയസ്സായ അപ്പച്ചൻ, 50 വയസ്സ് കാണും, വടിയും കുത്തി നടന്ന് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ച, എൻ്റെ ദൈവങ്ങളെല്ലാം കത്തിപ്പോയി അപ്പച്ച, എനിക്ക് ഭയങ്കര സങ്കടവും വേദനയുണ്ട് അപ്പച്ച, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ ആകാശം നോക്കിയിട്ട് ഒരേ ചിരി, അഹഹാന്നങ്ങോട്ട് വായി വിട്ട് അപ്പച്ചൻ ചിരിച്ചു. അപ്പം ഞാൻ ഇത്ര സങ്കടത്തിൽ വേദനയിൽ ഞാൻ പറയുമ്പോൾ അപ്പച്ചൻ എന്താ ഇങ്ങനെ ചിരിക്കണ് എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മകളെ, ഇപ്പോൾ ഈ ആകാശത്തിനെ സൃഷ്ടിച്ച്, ഭൂമിയെ സൃഷ്ടിച്ച്, ആകാശത്തിൽ ഭൂമിക്ക് വെളിച്ചമായി സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിന് നിൻ്റെ എണ്ണയും തിരിയും ആവശ്യമാണോ ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ വലിയ വലിയ പ്രധാനമന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, അവർ കോടീശ്വരന്മാരല്ലേ, നിൻ്റെ സല്ലി പൈസ 1 രൂപ 50 പൈസ ആവശ്യമുണ്ടോ ചോദിച്ചു. ഇല്ല അപ്പച്ച പറഞ്ഞു. അതേപോലെ തന്നെ സർവശക്തനായ ദൈവം ഈ ആകാശം ഭൂമിയെ സൃഷ്ടിച്ച് പകൽ നമുക്ക് സൂര്യനെ വെളിച്ചമായി നൽകി, രാത്രി ചന്ദ്രനെ നമുക്ക്
വെളിച്ചമായി നൽകിയ ദൈവത്തിന് നിൻ്റെ എണ്ണയും തിരിയുടെ ചെറിയ ആവശ്യമുണ്ടോ? ഇല്ല. ദൈവം സർവ്വവ്യാപിയാണ്. ദൈവം സർവശക്തനാണ്. ദൈവം ആത്മാവാണ്. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ കൂടെ സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ചാ എൻ്റെ ദൈവങ്ങളൊന്നും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു, അവർ ഒന്നും എൻ്റെ അടുത്ത് സംസാരിച്ചില്ല. ഈ ദൈവം നമ്മുടെ അടുത്ത് സംസാരിക്കുമോ അപ്പച്ചാ ചോദിച്ചു. ആ, സംസാരിക്കും. നീ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ദൈവം നിൻ്റെ അടുത്ത് സംസാരിക്കും പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു കൂട്ടായ്മയിൽ പോകാൻ തുടങ്ങി. ഞങ്ങൾ ആ കൂട്ടായ്മയിൽ അങ്ങനെ പോയി. അങ്ങനെ പോയിട്ടിരിക്കുമ്പോൾ പിന്നെ കുറച്ചായിട്ട് ദൈവത്തെ അറിയാൻ തുടങ്ങി. 115 സങ്കീർത്തനം വായിക്കുമ്പോൾ വിഗ്രഹത്തിനെ കുറിച്ചിട്ട് കണ്ണുണ്ടെങ്കിൽ കാണില്ല, ചെവി ഉണ്ടെങ്കിൽ കേൾക്കില്ല, മൂക്കുണ്ടെങ്കിൽ മണക്കില്ല, കാലുണ്ടെങ്കിൽ നടക്കില്ല, കയ്യുണ്ടെങ്കിൽ സ്പർശിക്കില്ല, അവയെ നമസ്കരിക്കുന്നവർ അവയെ പോലെയാകും, അവയിൽ ആശ്രയിക്കുന്നവർ ഏവർ അങ്ങനെ തന്നെ, അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നൊക്കെ അതിൽ വചനത്തിൽ 115 സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ന് ആ ദിവസം നാം പോയ സഭയിൽ ആ വചനം എടുത്ത് സംസാരിച്ചു. അപ്പോൾ ഇവർക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, എല്ലാം ഉണ്ട്, ഇവരൊന്നും ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ. അവർ പറയുന്നത് ശരിയാണ്, അങ്ങനെ തന്നെ അവർ ഇരിക്കുന്നു. നമ്മളും ഇത്രയും വർഷം ഇത്രയും വളർന്നു, ഇത്രയും വലുതായി, ഇതുവരെ അത് സംസാരിക്കുന്നതും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. നമ്മളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുക. എനിക്ക് സംശയങ്ങൾ എൻ്റെ ഉള്ളിൽ തോന്നാൻ തുടങ്ങി. അങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ വിടാണ്ട് പള്ളിയിൽ പോയി. അങ്ങനെ എനിക്ക് കുറച്ച് ദൈവത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങി. എനിക്ക് വിശ്വാസമായി. അങ്ങനെ ഞാൻ 2004 സ്നാനപ്പെട്ടു. 2004 ഞാനും എൻ്റെ ഭർത്താവും കൂടി ഒപ്പം സ്നാനപ്പെട്ടു. അപ്പോൾ അങ്ങനെ സ്നാനപ്പെട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നു. 2 വർഷം പോയി. ഞങ്ങൾ ഒരു സഭയിൽ പോയി. ആ പാസ്റ്റർ പിന്നെ വേറെ മാറ്റം കിട്ടിയപ്പോൾ അവർ വേറെ അവിടേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ തൊട്ടുള്ള സഭയ്ക്ക് പോയി. തൊട്ടുള്ള സഭയിൽ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്നു. അവിടെ ഒരു 5 വർഷം നിന്നു. അങ്ങനെ നിന്നു. പിന്നെ എൻ്റെ തറവാട്, എനിക്ക് എൻ്റെ അമ്മേൻ്റെ വീട് ഷെയർ കിട്ടി. അങ്ങനെ ആ വീട്ടിലേക്ക് പോയി. വീട്ടിൽ താമസിക്കാൻ എനിക്ക് വീടില്ലായിരുന്നു, സ്ഥലവും ഇല്ലായിരുന്നു. ഓല വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അങ്ങനെ എൻ്റെ അമ്മേൻ്റെ വീട് എനിക്ക് ഷെയർ കിട്ടിയപ്പോൾ ആ വീട്ടിൽ പോയിട്ട് എൻ്റെ 3 മക്കളും ഞാനും എൻ്റെ ഭർത്താവും എനിക്ക് ഷെയർ കിട്ടിയ ചെറിയ വീട്ടിൽ താമസിച്ചു. അവിടെ അമ്പലമാണ്, തൊട്ട് അമ്പലമാണ്. അപ്പോൾ അവിടെ വിശ്വാസികൾ ആരുമേ ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ പോലെ അന്യജീവിനെ കാണുന്ന പോലെയാണ് അവിടുത്തെ ചുറ്റുപാടും ആൾക്കാർ കാണാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോണു, ദൈവത്തെ യേശുവിനെ ആരാധിക്കാൻ പോണു എന്നൊക്കെ മനസ്സിലായപ്പോൾ, ഇവിടെ യേശുവിനെ പ്രാർത്ഥിക്കാൻ പോകണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്കൊക്കെ ദേഷ്യമായി. ചിലവരൊക്കെ നടത്ത് മിണ്ടില്ല. അതൊന്നും കാര്യമാക്കാണ്ട് എന്നും ഞാൻ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകും, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകും, ഞങ്ങൾ പിന്നെ പണിക്ക് പോകും, എൻ്റെ കുട്ടികളുടെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും. അങ്ങനെ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാണ്ട് അവർ ഒന്നരാടം ഞങ്ങളുടെ അടുത്ത് ചുറ്റുപാടും ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വഴക്കുണ്ടാക്കാൻ വരും. നായി വന്നു, പൂച്ച വന്നു, പട്ടി വന്നു എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാണ്ട് വഴക്കുണ്ടാക്കാൻ വരും. വീട്ടുമുറ്റത്ത് വന്ന് നിന്നിട്ട് അനാവശ്യങ്ങൾ അസഭ്യമായ വാക്കുകളൊക്കെ പറയും. അപ്പോൾ ഞാനൊന്നും മറുപടി പറയില്ല, ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇവരൊക്കെ കൂടി ഞങ്ങളെ അടിക്കാൻ വന്നു. അങ്ങനെ വന്ന് ഞങ്ങൾ അടിച്ചു. ഞങ്ങളെ വീട് കയറി ഒരു 10-30 പേരുണ്ടാവും, ആണുങ്ങളും പെണ്ണുങ്ങളും. ചുറ്റുപാട് ഇരിക്കുന്ന ആൾക്കാർ തന്നെ, വേറെ ഇവിടുത്തെ ആൾക്കാരല്ല. ചുറ്റുപാട് ഇരിക്കുന്ന അയൽവക്കളും ചുറ്റുപാട് ഇരിക്കുന്ന ആൾക്കാരാണ്. അവിടെ ഞങ്ങൾ ഒരാൾ മാത്രമേ വിശ്വാസത്തിലുണ്ട്, ബാക്കി അവിടെ ആരുമേ പള്ളിയിൽ പോകുന്ന ആൾക്കാരല്ല, അവരൊക്കെ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ്, തൊട്ട് അമ്പലമാണ്. അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങളെ കുറച്ച് പാർട്ടിത്തെ ആൾക്കാർ, സമൂഹ വിരോധികളും ഒക്കെ കൂടി 10-30 പേര് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി എന്നെ തല്ലി, എൻ്റെ ഭർത്താവിനെ തല്ലി, എൻ്റെ കുഞ്ഞു കുട്ടികളെ വടിയെടുത്ത് തല്ലി ഇങ്ങനെ അവർ ഇട്ടു. അപ്പം ഞങ്ങൾ കരഞ്ഞു. ആരും ഞങ്ങളെ സഹായിക്കാനില്ല. അനാദ്യം പരദേശിയുമായി ഞങ്ങൾ അവിടെ ഇരുന്നു, ദൈവത്തെ വിളിച്ചിരുന്നു. അപ്പോൾ കർത്താവേ, ഇതുപോലെ സംഭവിച്ചല്ലോ, ദൈവമേ, ഞാൻ അവരൊന്നും പറയാൻ പോയില്ല, ഞങ്ങൾ ഒരു ദ്രോഹം അവർക്ക് ഞങ്ങൾ ചെയ്തിട്ടില്ല, അവർ ഞങ്ങളെ ഇതുപോലെ ചെയ്തല്ലോ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു അച്ചായ, ഇങ്ങനെ ഇത് വിട്ടാൽ ശരിയായില്ല, നമുക്ക് പരാതി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ, ഞങ്ങൾ അടിച്ചതല്ലേ തല്ലിയതല്ലേ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു.
അവർക്ക് പിടിപാടുള്ളത് കൊണ്ട് പോലീസുകാർ അത് അന്വേഷിക്കാനൊന്നും വന്നില്ല. പിന്നെ ഞങ്ങൾ മിണ്ടാണ്ടിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ ഉറങ്ങി. വന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി വന്ന് ഞങ്ങൾ വീട്ടിൽ ഉറങ്ങി. അങ്ങനെ പിന്നെ അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങളൊന്നും ചെയ്തില്ല, ആരും അന്വേഷിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ അവിടെ രാത്രി ഉറങ്ങാൻ ഞങ്ങൾക്ക് പേടിയായി. അപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു അച്ചായൻ്റെ വീട്ടിൽ ഞങ്ങൾ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ 3 മക്കളും എൻ്റെ ഭർത്താവും ഞാനും കൂടി ഒരു അച്ചായൻ്റെ വീട്ടിൽ ഉറങ്ങാൻ വേണ്ടി ഞങ്ങൾ രാത്രിയാകുമ്പോൾ പോവും. ഒരു 6 മണിയാകുമ്പോൾ വാതിലൊക്കെ അടച്ചു പൂട്ടി പോവും. അങ്ങനെ ഒരു 3 ദിവസം പോയിട്ട് അവൻ്റെ വീട്ടിൽ ഞങ്ങൾ ഉറങ്ങി. 4ാമത്തെ ദിവസം ശരി, ഇനി അവനെ ബുദ്ധിമുട്ടിക്കണ്ട, അവിടേക്ക് എന്തിനും നമ്മൾ പോകും, നമ്മുടെ വീട്ടിൽ തന്നെ ഉറങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് അവിടെ വീട്ടിൽ തന്നെ ഇരുന്നു. അന്ന് രാത്രി 40-50 ചെക്കന്മാർ, സാമൂഹ്യ വിരോധികളും കുറേ പാർട്ടിക്കാരും, പേര് പറയുന്നില്ല. എന്നിട്ട് അങ്ങനെ അവർ മണ്ണെണ്ണയും പെട്രോളും വടിയും അങ്ങനെ അരുവാളും ഒക്കെ വന്ന് വീട്ടുമുറ്റത്ത് പണ്ടത്തെ ഒരു പത്തായപ്പരയുണ്ട്, നെല്ല് കൂട്ടി വെക്കുന്ന ഒരു ഓട്ടുപെര, അതിൽ ഇവർ എല്ലാം ഒളിപ്പിച്ച് വെച്ച് അവിടെ എവിടെയോ ഒളിഞ്ഞിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. ഒരു 10 മണി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട് തീ വയ്ക്കാൻ, ആസാമിലും മധ്യപ്രദേശിലും ഒക്കെ ഈ ക്രിസ്ത്യാനികളെ തീ വെച്ച് കൊല്ലുന്നില്ലേ, അതുപോലെ ഞങ്ങളെ തീ വെച്ച് കൊല്ലാൻ, എൻ്റെ 3 മക്കളിനെ എൻ്റെ ഭർത്താവിനെ തീ വെച്ച് കൊല്ലാൻ ഇവർ വന്നിട്ട് പതുങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾക്കറിയില്ല. സമയം 9 മണി കഴിഞ്ഞു. ആ സമയത്ത് തൊട്ട വീട്ടിൽ ഒരാൾക്ക് പെട്ടെന്നൊരു നെഞ്ഞുവേദന വന്നു. അയാൾക്ക് ഒരു 55 വയസ്സ് കാണും. നെഞ്ഞുവേദന വന്ന് പെട്ടെന്ന് അയാളെ ആസ്പത്രിക്ക് കൊണ്ടുപോയപ്പോൾ അയാൾക്ക് എന്തോ നെഞ്ഞുവേദന വന്നിട്ട് അയാൾ അറ്റാക്ക് അയാൾ മരിച്ചുപോയി. അങ്ങനെ മരിച്ചുപോയി. പിന്നെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങളുടെ തൊട്ട വീട്, ഒരു മതിൽ, അപ്പുറത്ത് അയാളുടെ വീട്, ഇപ്പുറത്ത് ഞങ്ങളുടെ വീട്, ഒരു മതിൽ മാത്രമേ ഉള്ളൂ ഗ്യാപ്പ്. അങ്ങനെ ആ ഏരിയയിൽ ഇരിക്കുന്നവരൊക്കെ ഒരു 9 മണിക്ക് ശേഷം എല്ലാവരും ലൈറ്റ് ഇട്ടു. ഞങ്ങളുടെ വീട്ടിൽ കറണ്ടും ഇല്ല, വെളിച്ചവും ഇല്ല. മണ്ണെണ്ണ വിളക്കാണ് ഞങ്ങളുടെ വീട്ടിൽ, ചെറിയ ഓട്ടുപെരയാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ലൈറ്റ് ഇട്ടു. അപ്പോൾ ഞങ്ങളത് എല്ലാവരും ലൈറ്റ് ഇട്ടിരിക്കുന്നു നോക്കുമ്പോൾ തൊട്ട വീട്ടിൽ ഒരു മരണം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ മുറ്റത്തൊക്കെ വന്ന് നോക്കി. പിന്നെ ബോഡി കൊണ്ടുവന്നു. അവിടെ അങ്ങനെ എൻ്റെ വീട്ടുമുറ്റത്ത് ആൾക്കാരൊക്കെ കൂടി ഞങ്ങളെ അന്ന് രാത്രി കൊല്ലാൻ വന്ന ജനങ്ങൾ, ചെക്കന്മാർ, എല്ലാ ആണുങ്ങളും 10-40-50 ആണുങ്ങളും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന് ആ ബോഡീൻ്റെ മരണ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ വന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഒരു ബന്ധുവായിട്ട് വരും. അവിടെ ഒരു ചേച്ചിയുണ്ട്, അവൻ്റെ മകനും ഈ കൂട്ടത്തിലുള്ള ഒരു ചെറുക്കനാണ്. അപ്പോൾ ആ ചെക്കൻ പറഞ്ഞു, അമ്മ ഇന്നലെ രാത്രി ഇവരെ തീ വയ്ക്കാൻ വേണ്ടി ഈ വീട്ടിലെല്ലാം ഒരുക്കി വെച്ച് കാത്തിരുന്നതാണ്. ഇന്നലെ മരണം സംഭവിച്ചിട്ടില്ലെങ്കിൽ അവർ തീ വെച്ച് കൊന്നിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കണം. അവിടെ വടിവാളും മണ്ണെണ്ണയും അവർ പായ് വിരിച്ചും ചാക്ക് വിരിച്ചും കിടന്ന് ഉരുണ്ടും ഒക്കെ ഇരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അന്ന് രാത്രി അയാൾ മരിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ 3 മക്കളും ഞാനും എൻ്റെ ഭർത്താവിനെയും അവർ തീ വെച്ച് കൊന്നിട്ടുണ്ടാകും. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്നെ അടിക്കുമ്പോൾ, എൻ്റെ ഭർത്താവിനെ അടിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൊല്ലുന്നങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ അടിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ രക്തം ഇവിടെ വീണ കർത്താവ് സ്വർഗത്തിലെ ദൈവം എന്നെപ്പോലെ ആയിരങ്ങളെ ആ രക്തത്തുള്ളിയത് ദൈവത്തിന് എണീപ്പിക്കാൻ കഴിയും. എൻ്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ദൈവം അവിടെ ഒരു മരണം വരുത്തി കർത്താവ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷിച്ചു. അതുമാത്രമല്ല ദൈവമക്കളെ, എൻ്റെ സ്ഥലവും വീടും വിറ്റ് വേറെ എവിടെയെങ്കിലും ദൂര സ്ഥലത്ത് പോയി സമാധാനത്തിൽ എൻ്റെ 3 മക്കളും എൻ്റെ ഭർത്താവും
ഞാൻ ജീവിക്കാമെന്ന് വിചാരിച്ച ആ സ്ഥലം വിൽക്കാൻ ശ്രമിച്ച അവിടുത്തെ ആൾക്കാരൊക്കെ മുടക്കുകയാണ്, വിൽക്കാൻ വിടാണ്ട് മുടക്കുകയാണ്, തടസ്സപ്പെടുത്തുകയാണ്. അപ്പോൾ ആ മരിച്ച ആളിൻ്റെ സ്വന്തം ഏട്ടൻ തന്നെ പറഞ്ഞു, ഈ സ്ഥലം വീടും നാം വാങ്ങാം, നിങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കോളി എന്ന് പറഞ്ഞു. ആ സ്ഥലം വീടും ഞാൻ അയാൾക്ക് തന്നെ കൊടുത്തു. സ്ഥലം വീട് അയാൾക്ക് തന്നെ കൊടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് വന്നു. വേറെ സ്ഥലത്ത് വന്ന് കുറച്ച് ദൂരം, അതേ വില്ലേജിൻ്റെ ഉള്ളിൽ, അതേ പഞ്ചായത്തിൽ തന്നെ കുറച്ച് ദൂരം മാറി വന്ന് ഞങ്ങൾ സ്ഥലം വാങ്ങി, അവിടെ വീട് കെട്ടി അവിടെ താമസിച്ചു. അപ്പോൾ ദൈവം എത്ര വലിയ ദൈവമാണ് നമ്മുടെ കർത്താവ്. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. തൻ്റെ ജനത്തെ ആരും തൊടുവാൻ ദൈവം അനുവദിക്കില്ല. കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ദൈവം ഹല്ലേലൂയ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ്. കൈവിടാത്ത കർത്താവാണ്. ഒരു നാളും ദൈവം കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. വിശ്വാസത്തിൽ വരുന്ന സമയത്ത് എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഒരു 80 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ഒരു ഓലപ്പര വീട്ടിലായിരുന്നു. എന്താ ചെയ്യുന്ന അപ്പച്ച, എന്താ മോൾ ഇങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു. എന്താ ചെയ്യുന്ന അപ്പച്ച, നമ്മുടെ ഗതികേടാണ് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞ്, ആര് പറഞ്ഞു മോളെന്ന് എനിക്ക് ഗതികേടാണെന്ന്, എനിക്ക് ടെറസ് വീട്ടിലിരിക്കാനുള്ള യോഗമുണ്ട്, ആര് എനിക്ക് ഗതികേടാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അപ്പച്ചൻ പറഞ്ഞു. ഇന്ന് അപ്പച്ചൻ ഇല്ല, അപ്പച്ചൻ മരിച്ചുപോയി. അപ്പച്ചൻ പറഞ്ഞ വാക്ക് ഫലിച്ചു. സ്വർഗത്തിൽ ദൈവം 2 നില വീട് കെട്ടുവാൻ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ആ വീടും നല്ലൊരു വിലയ്ക്ക് പോയി. പിന്നെ ഒരു വീട് വാങ്ങുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. സമാധാനത്തിൽ സന്തോഷത്തിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഒന്നിനും കുറവില്ല. ഒരു നെൽമണി കുഴിച്ചിട്ട് 100 മേനി കൊയ്യുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. കൈവിടാത്ത കർത്താവാണ്. ഒരു നാളും നമ്മൾ ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല. എന്നെ പിടിച്ച് തല്ലി, എൻ്റെ ഭർത്താവിനെ പിടിച്ച് തല്ലി, എൻ്റെ മുടി പിടിച്ച് തല്ലി, എൻ്റെ മുതുകത്ത് കുത്തി എല്ലാം ചെയ്തവർ അടിവാങ്ങിയ ഞാൻ ജീവനോടെ ഇരിക്കണു. എന്നെ തല്ലിയ ആൾക്കാർ മരിച്ചുപോയി. അതിൽ മുൻകൈയെടുത്ത് ഈ ചെക്കന്മാരനൊക്കെ തൂണ്ടി വിട്ട് അവരിനൊക്കെ പേരിപ്പിച്ച് ഞങ്ങളുടെ നേരിട്ട് പറഞ്ഞയച്ച 2 പേര്, ഭാര്യയും ഭർത്താവും. ആ സ്ത്രീ 2024 ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചുപോയി. അയാൾ 2025 ഈ ഒരു 5-6 മാസത്തിന് മുന്നിൽ 2ാമത്തെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അവൻ്റെ മക്കൾ 2 അനാഥരായി ഇരിക്കുന്നു. ഇപ്പോൾ അടിവാങ്ങിയ നാനോ ജീവനോടെ ഇരിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷിയായി ഞാൻ ഇരിക്കുന്നു. ഇനിയും സുവിശേഷം പറഞ്ഞ് എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ കർത്താവ്. കൈവിടാത്ത ദൈവം. ലോകത്ത് കഷ്ടമുണ്ട്, എല്ലാം ഉണ്ട്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരു നാളും കൈവിടില്ല. ലോകത്ത് യുദ്ധങ്ങൾ, സാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മഹാമാരികൾ, കൊടുങ്കാറ്റുകൾ, മായാരോഗങ്ങൾ എല്ലാമേ വരും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ അറിയാണ്ട് നിങ്ങളുടെ തലയത്തെ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിക്കും. ചഞ്ചലപ്പെടണ്ട, നിങ്ങൾ ഭയപ്പെടണ്ടെന്ന് കർത്താവ് പറയുന്നുണ്ട്. നമ്മളെ ദൈവം ഉപേക്ഷിക്കില്ല, കൈവിടില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനങ്ങളെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. ഈ വചനം പറയുവാനും എൻ്റെ സാക്ഷ്യം കുറച്ച് പറയുവാനും കർത്താവ് സഹായിച്ച കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും അടുത്തടുത്ത വീഡിയോകളിൽ എൻ്റെ സാക്ഷ്യം ഞാൻ പറയാം. ദൈവം ഇത്രത്തോളം നമ്മളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.